ആൾക്കാർ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇന്ദുമതി? ആ സ്ത്രീക്ക് എന്തെങ്കിലും അത്ഭുത സിദ്ധിയുണ്ടോ? അങ്ങനെ അത്ഭുത സിദ്ധി ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏത് നേരവും ആള് ക്ഷേത്രത്തിലുണ്ടാവും. അവിടെ വരുന്ന ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവർക്കും അവര് വേണ്ടപ്പെട്ടവരായി. പിന്നെ നമ്മുടെ ആൾക്കാരല്ലേ, ഏത് നേരവും ക്ഷേത്രത്തിൽ സഹകരിക്കുന്നവർക്ക് അത്ഭുത സിദ്ധി ഉണ്ടെന്നും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടോന്നൊക്കെ കഥയുണ്ടാക്കി പറയും. അവരായിട്ട് അതിനെ എതിർക്കാനും പോകത്തില്ല. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ അവർക്ക് മാത്രം ഈ പ്രത്യേകത? സന്ദീപ് അവര് പറയുന്നത് വേദവാക്യൊന്നും പറഞ്ഞാ നടക്കുന്നത്. അതില് ഒരുപടി മുമ്പിലാ ദേവൂട്ടിയുടെ കാര്യം. അവരോടുള്ള ആരാധന മൂത്തോണ്ടല്ലേ അവള് അവരോടൊപ്പം താമസം തുടങ്ങിയേ. മനുഷ്യന് ഈശ്വര വിശ്വാസമൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ അതിര് കടന്ന് വിശ്വസിക്കുന്നത് ദോഷം ചെയ്യും. അത് ശരിയാ. പക്ഷേ ഈ കാര്യത്തിലെ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞാ മതിയല്ലോ. മനസ്സിലായില്ല. അല്ല, ദേവൂട്ടിയും സന്ദീപും വിദ്യാമ്മ പറയുന്നത് വിശ്വസിക്കുന്നകൊണ്ട് വിദ്യാമ്മ പറഞ്ഞ രണ്ടുപേര് ഈ പ്രേമത്തിന് പിന്മാറൂലേ, അത് നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. നമ്മുടെ ആവശ്യം അവരെ അംഗീകരിക്കോ ഇന്ദുമതി? അതൊക്കെ അവരെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാന്നേ. മാഡം അവരുടെ അടുത്തേക്ക് വരണ്ട, ഞാൻ പോയിട്ട് സംസാരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാഡം അവരെ കണ്ടാ മതിയല്ലോ. വെറുതെ കരഞ്ഞും കാലും പിടിച്ചും ഉള്ള വില കളയണ്ട. എന്നാ അതാ നല്ലത്. ഇന്ദുമതി ആദ്യം സംസാരിക്കേ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ സംസാരിച്ചാ മതിയല്ലോ. ആ, അത് മതി. അവരെ ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്റെ ദേവി, നമസ്കാരം വിദ്യാമ്മേ. നമസ്കാരം. എന്താ ദേവൂട്ടിയുടെ അമ്മ വന്നത്? ഞങ്ങളോ? സന്ദീപിന്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. എന്താ രണ്ടുപേരും കൂടി? ഞങ്ങൾക്ക് വിദ്യാമ്മയോട് ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാനുണ്ട്. അതിനെന്താ, സംസാരിക്കാലോ. പക്ഷേ നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. കയ്യിൽ ഹാരവും പൂക്കളും ഒക്കെ ഉണ്ടല്ലോ. ആ, അതെ. വിദ്യാമ്മയെ കണ്ട് സംസാരിച്ചിട്ട് പോയി തൊഴാലോ എന്ന് കരുതി. അത് വേണ്ട. ആദ്യം ദേവിയെ ചെന്ന് കണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ. എന്നിട്ടാവാം നമുക്ക് സംസാരം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. രണ്ടുപേരും പോയി അമ്മയെ കണ്ട് തൊഴുതിട്ട് വരൂ. ചെല്ലു, പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, അവരെന്താ പറഞ്ഞത്? ശ്രീകല മാഡം മാറി നിന്നത് അവർക്കത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാവും അവരാദ്യം പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞത്. നമ്മൾ പൂക്കളുമായിട്ട് ചെന്നത് അവർക്കത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. അത് അമ്പലത്തിലെ ദേവിക്ക് ചാർത്താനല്ലേ? അവരെന്താ പിന്നെ കരുതിയത്? ആ, അവരുടെ കാൽക്കൽ വെച്ച് നമ്മൾ നമസ്കരിക്കണമെന്നോ? സത്യം പറയാലോ ഇന്ദുമതി, ഈ കാര്യത്തിനൊക്കെ ഇവരെ പോലുള്ളവരുടെ സഹായം തേടുന്നത് അല്പം കഷ്ടാട്ടോ. എന്ത് കണ്ടിട്ടാണോ സന്ദീപ് ഇവരെ അന്ധമായി വിശ്വസിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ദേവുട്ടിയുടെ കാര്യവും അതുപോലെയാ. വിദ്യാമ്മ എന്ന് പറഞ്ഞ അവള് പ്രാണം കളയും. വാ, തൊഴുതിട്ട് വരാം.